നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിൽ ഐശ്വര്യവും സമാധാനവും നിറയണം എന്നതാണ് നമ്മളുടെ ആഗ്രഹം. അതിനായി നമ്മൾ പലവിധ കാര്യങ്ങളും ശ്രദ്ധിക്കാറുമുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ അറിയാതെ ചെയ്യുന്നതായ ചെറിയ ചില തെറ്റുകൾ, അയ്യോ അത് കുഴപ്പമില്ല എന്ന് കരുതുന്നതായ ചില തെറ്റുകളായിരിക്കും അറിയാതെ തന്നെ നമ്മുടെ ഭാഗ്യത്തെയും വീടിന്റെ പോസിറ്റീവ് എനർജിയെയും ദോഷകരമായി ബാധിക്കുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ രാത്രികാലങ്ങളിൽ. കാരണം അറിയാമല്ലോ, രാത്രി സമയങ്ങളിൽ നെഗറ്റീവ് ഊർജ്ജങ്ങളുടെ ഒരു വർധനവ് ഉള്ള സമയം കൂടിയാണ്. അങ്ങനെയുള്ളതായ ഈ രാത്രികാലങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്തതായ ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിൽ നിന്ന് പടിയിറങ്ങി പോകാതിരിക്കാൻ രാത്രികാലങ്ങളിൽ നമ്മൾ ഒരു 11 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് വ്യക്തത വരുത്തുകയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 11 കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം, വീടിനെ ഇരുട്ടത്ത് ഇടാൻ പാടില്ല എന്നതാണ്. അതായത് വീട് ഒരിക്കലും പൂർണ്ണമായും ഇരുട്ടിൽ വരാതിരിക്കാനായി ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് സന്ധ്യാസമയത്ത്, അതായത് രാത്രി നമ്മൾ ഉറങ്ങുന്നത് വരെയും വീട്ടിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വെളിച്ചമെങ്കിൽ ഉണ്ടായിരിക്കണം. ഇരുട്ടെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി ആയിരിക്കും ആ ഗ്രഹത്തിലേക്ക് ക്ഷണിച്ചു വരുന്നത്. ചില സ്ഥലങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. അതായത് എവിടെയെങ്കിലും അകത്ത് അവരിയ്ക്കുന്ന മുറിയിൽ മാത്രം ഒരു ചെറിയ വെളിച്ചം ഇടും, ബാക്കി പുറത്തൊക്കെയും ഇരുട്ടായിരിക്കും. ചോദിച്ചാൽ പറയും പുറത്ത് ഇപ്പോൾ ആരും നിൽക്കുന്നില്ല, ഞങ്ങൾ അകത്ത് വീട്ടിലിരിക്കുക, അതുകൊണ്ട് മാത്രമായിരിക്കും അത്. അതും എല്ലാ മുറിയിലും ഇടത്തില്ല, ഇരിക്കുന്ന റൂമിൽ മാത്രം. അത് നമ്മൾ ലാഭം കാണിച്ചായിരിക്കും അങ്ങനെ ചെയ്യുന്നത്, അതായത് കറണ്ട് ബില്ല് ലാഭിക്കാം എന്ന രീതിയിൽ. പക്ഷേ ഇതിന് പിന്നിൽ മറ്റൊരു തത്വം കൂടിയുണ്ട്. ഗൃഹത്തിലേക്ക് ഐശ്വര്യം വരുന്നതിന് നമ്മളായിട്ട് തന്നെ തടയിടുന്നു എന്നൊരു വശം കൂടി ഇതിനുണ്ട്. അതുകൊണ്ട് വീട് ഇരുട്ടത്ത് ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നതാണ് ആദ്യത്തെ പരമപ്രധാനമായ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്തെന്ന് നോക്കിയാൽ, രാത്രികാലങ്ങളിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. രാത്രി കുളിക്കാൻ പാടുള്ളതല്ല, അതേപോലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാനും പാടുള്ളതല്ല. ഇത് ആരോഗ്യപരമായും അതേപോലെ വിശ്വാസപരമായും ദോഷത്തിനും അതിലുപരി ഐശ്വര്യക്കേടിനും കാരണമാകുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ചിറ, പുഴ, തോട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും പോയി മുങ്ങി കുളിക്കരുതെന്ന് നമ്മുടെ കാർന്നവന്മാരൊക്കെ പറയാറുണ്ട്. പക്ഷെ പാലിക്കുന്നവർ കൂടുതലും, പാലിക്കാത്തവർ കുറവുമാണ്. എങ്കിൽ പോലും ഇത് പൂർണ്ണമായി പാലിക്കുക. അല്ലാത്ത പക്ഷേ നെഗറ്റീവ് എനർജി ശരീരത്തിൽ കടന്നുകൂടാനും ചിലപ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് അന്നേരം തന്നെ നമ്മൾ അറിയണമെന്നില്ല. പോകെ പോകെ നമ്മുടെ സ്വഭാവത്തിൽ വരെ ചില മാറ്റങ്ങൾ വന്നു ചേരാനും കാരണമാകുന്നുണ്ട്. അപ്പോൾ രാത്രി വൈകി വെള്ളത്തിൽ കുളിക്കുന്ന, ബാത്റൂമിൽ നിന്ന് കുളിക്കുന്നതായാൽ പോലും ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ഒരു 9 മണിക്ക് ശേഷം പിന്നെ കഴിവതും കുളിക്കാതെ ഇരിക്കുക. അതിനുള്ളിൽ തന്നെ കുളിക്കാനുള്ള ശ്രമം വേണം. പിന്നെ എന്തെങ്കിലും കാരണത്താൽ ഒരു ബുദ്ധിമുട്ട് വന്ന് അല്പം ലേറ്റായി പോയാൽ അത് സാരമില്ല, ഒരു ഇരുമ്പോ അതല്ലെങ്കിൽ ഒരു ആണിയോ ഒക്കെ കയ്യിൽ കരുതിയുന്നതും നെഗറ്റീവ് ഊർജ്ജം നമ്മളിലേക്ക് വരാതിരിക്കാനായി സഹായിക്കുന്നതാണ്. ഇനി മൂന്നാമത്, ഭക്ഷണം പാകം ചെയ്യേണ്ട ഒരു സമയമുണ്ട്. അതായത് രാത്രി 9 മണിക്ക് ശേഷം ഭക്ഷണം പാകം ചെയ്യുന്നത് ഒഴിവാക്കുക എന്നതാണ്. നേരത്തെ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുക, അത് ശരീരത്തിനും മനസ്സിനും ഗൃഹത്തിനും ഐശ്വര്യം കൊണ്ടുവരും. ചില ആളുകൾ ലേറ്റൊക്കെ ആയി വരും, ജോലിക്കൊക്കെ ശേഷം വരുമ്പോൾ 9 മണിക്ക് ശേഷമുള്ള പാചകം, 9 മണി എന്ന് പറയുമ്പോൾ അതിന് മുന്നേ പാചകം ചെയ്ത് ഭക്ഷണം കഴിച്ച് പിന്നെ ഒരു വിശ്രമത്തിനായി മാറ്റി വെക്കുന്ന സമയമാണ്. അതൊരു വശം. രണ്ടാമത്, നെഗറ്റീവ് ഊർജ്ജങ്ങളുടെ കടന്നുവരവ് ഉണ്ടാകാനുള്ള സാധ്യതയും ഇവിടെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇനി മൂന്നാമത്തെ കാര്യം, നഖവും മുടിയും മുറിക്കുന്നതാണ്. അതായത് സന്ധ്യ കഴിഞ്ഞോ അതല്ലെങ്കിൽ രാത്രിയിലോ നഖം വെട്ടുന്നത്, മുടി മുറിക്കുന്നത്, ഇതൊക്കെ മുതിർന്ന ആളുകൾ നമ്മുടെ ഗൃഹങ്ങളിൽ വിലക്കാറുള്ള കാര്യം തന്നെയാണ്. അത് അവർ വെറും വാക്കായി പറയുന്നത്, അതിന് പിന്നിൽ ചില ശാസ്ത്രങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് ലക്ഷ്മി ദേവി നമ്മുടെ ഗൃഹത്തിൽ നിന്ന് പടിയിറങ്ങി പോകുന്നതിന് വരെ കാരണമാകും. ഇനി അഞ്ചാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, പണം എണ്ണി തിട്ടപ്പെടുത്തുക എന്നത്. രാത്രി സമയങ്ങളിൽ പണം എണ്ണി തിട്ടപ്പെടുത്തുന്നത് ഒഴിവാക്കുക. ജോലിക്കൊക്കെ പോയിട്ട് അല്ലെങ്കിൽ സാലറി ഒക്കെ കിട്ടുമ്പോഴും നമ്മൾ രാത്രികാലങ്ങളായിരിക്കും കൂടുതലും ധനത്തെ എണ്ണി തിട്ടപ്പെടുത്തി എവിടെയൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്നതൊക്കെ കണക്ക് കൂട്ടുന്നത്. പക്ഷേ അത് ഒഴിവാക്കേണ്ടതാണ്. കാരണം സമ്പത്തിന്റെ അതിദേവതയായ മഹാലക്ഷ്മി രാത്രികാലങ്ങളിൽ വിശ്രമിക്കുന്ന സമയമാണ്. ദേവിയും വിശ്രമിക്കാറുണ്ട്, അതേപോലെ നമ്മൾ മനുഷ്യരും വിശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ധനം കൈകാര്യം ചെയ്യുമ്പോൾ ഐശ്വര്യക്കേട് ഉണ്ടാകാൻ സാധ്യത. കാരണം ലക്ഷ്മി ദേവി വിശ്രമിക്കുകയാണ്. അപ്പോൾ അമ്മ അവിടെ കണ്ണടച്ച് വിശ്രമിക്കുന്നു എന്നൊരു വിശ്വാസമാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നെഗറ്റീവായിട്ട് ഇത് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഊർജ്ജങ്ങൾ ആ ധനത്തിലേക്ക് വന്നു ചേരാനും ധനം പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്നും ഗൃഹത്തിൽ നിന്നും തന്നെ നഷ്ടപ്പെടാനും പിന്നീട് ഒരിക്കലും ആ ഗൃഹത്തിലേക്ക് പണം വന്നു കയറാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ടാകുന്നുണ്ട്. ഇനി ആറാമത്തെ കാര്യം, തർക്കങ്ങളും വഴക്കുകളും ഒഴിവാക്കുക എന്നതാണ്. അതായത് രാത്രികാലങ്ങളിൽ വാദപ്രതിവാദങ്ങളോ വഴക്കുകളോ ഒഴിവാക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മനസ്സിനെ ശാന്തമാക്കിയിരിക്കണം. മനസ്സിൽ ആരോടും വിദ്വേഷമോ കലുഷിതമായ അവസ്ഥയിലോ പോയി കിടന്നുറങ്ങരുത്. അപ്പോൾ രാത്രികാലങ്ങളിൽ ഒരു 6 മണിക്ക് ശേഷം ഒച്ചപ്പാടിലുള്ള സംസാരങ്ങൾ വരെ ഒഴിവാക്കേണ്ടതാണ് എന്നതാണ്. ഇനി ഏഴാമത്, ശപിക്കുകയോ രാകുകയോ ചെയ്യരുത് എന്നത്. മറ്റുള്ളവരെ ശപിക്കുന്നതോ മോശം വാക്കുകൾ പറയുന്നതോ തെറ്റായ കാര്യമാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ രാത്രികാലങ്ങളിൽ രാത്രിയുടെ നിശബ്ദതയിൽ നാം പറയുന്ന വാക്കുകൾക്ക് ശക്തി കൂടുതലായിരിക്കും. അതുകൊണ്ട് പോസിറ്റീവ് കാര്യങ്ങൾ കൂടുതൽ പറയാനായിട്ട് ശ്രമിക്കുക. നെഗറ്റീവ് പറഞ്ഞാൽ അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും എന്ന ബോധം കൂടി മനസ്സിൽ വെക്കുക. ഇനി അടുത്ത കാര്യം, കടം കൊടുക്കരുത് എന്നതാണ്. അതായത് രാത്രിയിൽ മറ്റൊരാൾക്ക് പണം കടമായി നൽകുവാൻ ഒരു കാരണവശാലും പാടില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഐശ്വര്യം നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്നു എന്നതാണ്. അപ്പോൾ ആ ഒരു ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുന്നതിന് രാത്രികാലങ്ങളിൽ പണം കടമായി കൊടുക്കുന്നത് വഴി കാരണമാകും. ഇനി വീടിനെ പ്രദക്ഷിണം ചെയ്യരുത് എന്നത്. അതായത് രാത്രിയിൽ ചില ആളുകളുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം അരക്കാതെ നടക്കണമെന്ന് പറയാറുണ്ട്. അത്താഴത്തിന് ശേഷം അരക്കാതെ നടക്കണം. കാരണം അത്താഴം കഴിച്ച ഉടനെ നമ്മൾ പോയി കിടക്കുമ്പോൾ അത് നമ്മുടെ ബോഡിയിൽ അങ്ങനെ കിടക്കാറുണ്ട്, കെട്ടിക്കിടക്കുകയല്ലേ. അതുവഴി വീണ്ടും നമുക്ക് പൊണ്ണത്തടിയൊക്കെ ഉണ്ടാകും എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ആളുകൾ കഴിച്ചതിന് ശേഷം വീടിന് ചുറ്റും 2-3 റൗണ്ട് നടന്നിട്ടായിരിക്കും ചിലപ്പോൾ വന്ന് കിടക്കുന്നത്. തെറ്റായ അത് ശീലം അങ്ങനെയൊക്കെ കാണും, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇത് നമ്മൾ ജ്യോതിഷപരമായോ അല്ലെങ്കിൽ ശാസ്ത്രീയമായോ പറയുമ്പോൾ ഇതിന് വേറെ ഒരു ദോഷത്തെ, അതായത് നമ്മളിങ്ങനെ പ്രദക്ഷിണം വീടിന് ചുറ്റും വെക്കുന്നത് വഴി ഒരു നെഗറ്റീവ് ഊർജ്ജം, പ്രത്യേകിച്ച് രാത്രികാലമാണ്, നെഗറ്റീവ് ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാവുകയും ആ ശരീരം നമ്മൾ അതുമായി അകത്തേക്ക് വരികയും പിന്നീട് അത് നമ്മളിൽ തന്നെ
ദോഷം നിലനിൽക്കുന്നതിനും കാരണമാകും. അതുകൊണ്ട് ആരും ഇനി രാത്രികാലങ്ങളിൽ വീടിനെ പ്രദക്ഷിണം വയ്ക്കാനോ കഴിച്ചതിന് ശേഷം ശരീരത്തെ ഒന്ന് സെറ്റ് ആകട്ടെ എന്ന് പറഞ്ഞ് ഇരുട്ടത്ത് റോഡിലൂടെ നടക്കാതിരിക്കാനോ ഒക്കെ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് പുതപ്പ് ശരിയായിട്ട് ഉപയോഗിക്കുക എന്നത്. അതായത് ഉറങ്ങുമ്പോൾ പുതപ്പ് വലിച്ച് തലവഴി മൂടിക്കിടന്നുറങ്ങുന്ന ശീലം ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കേണ്ടതാണ്. അതായത് അറിയാമല്ലോ, മരണസമയങ്ങളിലാണ് തലവഴിയിൽ ആ തുണി നമ്മൾ ഇടുന്നത്. അത് ആ ഒരു കണക്കിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ബെഡ്ഷീറ്റ് ചൂടിക്കിടന്നുറങ്ങുമ്പോൾ തല വശം മാത്രം ഓപ്പൺ ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. തലവഴി ബെഡ്ഷീറ്റ് പുതച്ച് കിടന്ന് ഉറങ്ങരുത്. ഇനി അടുത്തത് എച്ചിൽ പാത്രങ്ങൾ സിങ്കിൽ ഇടരുതെന്നതാണ്. അത് പണ്ടൊക്കെ ആളുകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതെല്ലാവർക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ഒരു അവബോധമുള്ള ലോകമാണ്. അതുകൊണ്ട് തന്നെ ആരും അത് ചെയ്യാറില്ല. എന്നാൽ പോലും ഗൗനിക്കാതെ ഇടുന്ന ചില കാര്യങ്ങൾ തെറ്റായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിച്ച പാത്രവും നമ്മൾ ഒരു പാത്രത്തിലായിരിക്കുമല്ലോ ഭക്ഷണം കഴിക്കുന്നത്. ഒരുപാട് പാത്രങ്ങൾ ഒന്നും ഒരു വ്യക്തി എടുക്കാറില്ല. ഒരു പാത്രത്തിൽ ചോറും കറികളും എല്ലാം അതിൽ വെച്ചായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് രണ്ട് ചെറിയ കിണ്ണങ്ങൾ കൂടി അല്ലെങ്കിൽ പ്ലേറ്റുകൾ കൂടി ഉപയോഗിക്കാറുണ്ട്. അതൊന്ന് കഴുകി വെക്കുന്നതിന് വലിയ പാടില്ല. അപ്പോൾ വീട്ടിലുള്ള ഓരോ ആളുകളും ഭക്ഷണം കഴിച്ചിട്ട് അവർ തന്നെ സ്വയമേവ കഴുകുകയാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് അത്രയും ജോലിപ്പാട് കുറഞ്ഞു കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വയം കഴിച്ചിട്ട് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയായി വെക്കുക. ഒരു ചെറിയൊരു പാത്രത്തിലോ ഒരു കിണ്ടിയിലോ മുന്തയിലോ അല്ലെങ്കിൽ ചെറിയൊരു ബക്കറ്റിലോ കുറച്ച് ശുദ്ധജലം എടുത്ത് വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ മൺമറഞ്ഞു പോയ നമ്മുടെ പിതാമഹന്മാർ അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കൾക്ക് അത് അവരിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാകും. കാരണം രാത്രികാലങ്ങളിൽ ഇവർ നമ്മുടെ വീടൊന്ന് സന്ദർശിക്കാനൊക്കെ വരും എന്നത് കൂടിയുണ്ട്. തമാശയായി കാണുന്നവർക്ക് അങ്ങനെ കാണാം, പക്ഷേ ഇതിന് ശാസ്ത്രീയമായ അല്ലെങ്കിൽ ഇത് ദൈവികമായ ചില വശങ്ങൾ കൂടിയുണ്ട് എന്നത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അല്പം വെള്ളം ഒരു കിണ്ടിയിലോ മുന്തയിലോ അടുക്കളയിൽ വെക്കുകയാണെങ്കിലും പിതൃക്കളുടെ ഒരു അനുഗ്രഹം ഉണ്ടാകും. കാരണം രാത്രികാലങ്ങളിൽ അവർ ദാഹിച്ചു വന്ന് നമ്മളെ കാണാൻ വരുന്നു എന്നൊരു ഐതിഹ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ദാഹത്തെ ശമിപ്പിക്കാനായി നമ്മൾ അവിടെ വെള്ളം വെക്കുന്നു. അത് നമുക്ക് അവരുടെ ദാഹശമനം ഉണ്ടാകുമ്പോൾ നമുക്ക് സാമ്പത്തികമായി മാനസികമായി ആരോഗ്യപരമായി ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നു എന്നത് കൂടി മനസ്സിലാക്കാൻ നമ്മൾ ഈ ഒട്ടുമിക്ക ആളുകൾ കാര്യങ്ങൾ പറഞ്ഞു തരാറ്. അതായത് നമ്മുടെ പൂർവികരായ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയുമ്പോൾ നമ്മൾ തള്ളിക്കളയുന്നതായ കാര്യങ്ങളുണ്ട്. അതായത് ഇതൊക്കെ വെറുതെയാണ്. പക്ഷേ ആ കാര്യങ്ങളായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം ഇല്ലാതെയാക്കുന്നത്. അതായത് നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് പിന്നീട് ഒരു കാലത്ത് ഒട്ടുമിക്ക ആളുകൾ ഉണ്ടാവുന്നത് നമ്മൾ പറയാറുണ്ട്. എന്റെ അച്ഛൻ അത് പറഞ്ഞാലും ഞാനിത് ഇപ്പോഴാ അന്നേ അത് അനുസരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ വരില്ല എന്ന് നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പോൾ ഇങ്ങനെ എവിടെന്നെങ്കിലും ഒക്കെ കിട്ടുന്ന ചില നുറുങ്ങ് കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ ശേഖരിച്ചു വെക്കുക. അത് ശേഖരിച്ചു വെച്ചാൽ പോരാ, പ്രാവർത്തികമാക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ 11 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് വെറും വാക്കായിട്ട് കളയരുത്. ഇത് കേട്ട ഒരു വ്യക്തിയെങ്കിലും ഈ വീഡിയോ ഒരാളെങ്കിലും കേൾക്കുകയാണെങ്കിൽ നിങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ ആ തെറ്റുകളിൽ നിന്ന് മോചിതരായി നല്ല ഒരു ജീവിതത്തിലേക്ക് എത്താനായി നിങ്ങൾക്ക് ശ്രമിക്കണം. സാധ്യമാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. നന്ദി.